ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിലാണ് ക്രിസ്തുവിശ്വാസികളായ എല്ലാ മനുഷ്യരും. സാർവത്രിക സഭ ഇന്ന് പീഡകൾ സഹിച്ച് കുരിശൻ മരിച്ച കർത്താവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും മൃതസംസ്കാരത്തെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന വിശുദ്ധ ദിനമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. ഇംഗ്ലീഷില് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. മലയാളത്തില് നമ്മൾ അതിനെ നമ്മുടെ നാട്ടില് ദുഃഖവെള്ളി എന്നാണ് ഈ വെള്ളിയാഴ്ച അറിയപ്പെടുന്നതും വിളിക്കപ്പെടുന്നതും. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ പ്രത്യേകമാവിധം അനുസ്മരിക്കുന്നതും ആചരിക്കുന്നതുമായ ദിവസമായതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളി എന്ന് വിളിക്കാൻ കാരണം. ഈ ദിനത്തിന്റെ എല്ലാ ആചരണങ്ങളും കർത്താവ് ഈശോ മിശിഹ അനുഭവിച്ചതായ പീഡകളെ പുനരവതരിപ്പിക്കുകയും അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദുഃഖവെള്ളിയുടെ ആചരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പീഡാനുഭവ ചരിത്ര വായനയാണ്. എല്ലാ ദേവാലയങ്ങളിലും തന്നെ ചില ദേവാലയങ്ങളിൽ ചില സഭകളിൽ രാവിലെ അതിപ്രഭാതത്തിൽ തന്നെ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ സംഭവങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്ന പതിവുണ്ട്. പീഡാനുഭവ ചരിത്ര വായന എന്നാണ് ഇതറിയപ്പെടുന്നത്. സാർവത്രിക സഭയിൽ അത് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി കർത്താവിന്റെ മരണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലും സമയത്തിലുമാണ് ഈ പീഡാനുഭവ ചരിത്ര വായന നടത്താറുള്ളത്. ചില ദേവാലയങ്ങളിലെങ്കിലും ഈ പീഡാനുഭവ സംഭവങ്ങളെ വിശ്വാസികൾക്ക് അവതരിപ്പിച്ചു കൊടുക്കാനായി ഈ ചരിത്ര സംഭവം പീഡാനുഭവ രംഗങ്ങളെ പുനരവതരിപ്പിക്കുന്ന പതിവുണ്ട്. പാസ് കാണിക്കുക എന്നൊക്കെ പറയും. പീഡാനുഭവ രംഗങ്ങളെ വിശ്വാസികൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. സീനുകളായിട്ടും ടാബ്ലോകളായിട്ടും ഒക്കെ അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ ആരാധനക്രമത്തിൽ കൂടുതലായും പീഡാനുഭവ ചരിത്ര വായനയും നമ്മുടെ കർത്താവിന്റെ പീഡകളെ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴിയുടെ ആചരണവും അവസാനം നമ്മുടെ കർത്താവിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയും അതിന്റെയും അവസാനം കബറടക്ക ശുശ്രൂഷയോടും കൂടിയാണ് ഈ ദുഃഖവെള്ളി ആചരണം അവസാനിക്കുന്നത്.